പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത്. പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. RSSുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. BJPയും RSSും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ശ്രമമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി RSS BJP ബന്ധത്തെ പോലും കാര്യമായി ബാധിച്ചിരുന്നു. ER രാഗേഷ് ചേരുന്നു നാച്ചുറൽ ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഈ RSSും BJPയും തമ്മിലുള്ള സ്വാരസ്യങ്ങൾ ഇതോടുകൂടി അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലേ? ആര്യ, തീർച്ചയായും നിർണായകമായ ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. കാരണം 2014 അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ വന്നതാണ്. അപ്പോൾ 11 വർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് എത്തുന്നത്. ഇതിനു മുൻപ് പ്രധാനമന്ത്രി നാഗ്പൂരിൽ എത്തിയത്, RSS ആസ്ഥാനത്ത് എത്തിയത് 2013-ലാണ്. അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആ ഘട്ടത്തിൽ മോദിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയും ഒപ്പം തന്നെ RSSും തമ്മിലുണ്ടായ അകൽച്ചയാണ്. കാരണം JP നഡ്ഡയുടെ ഒരു പരാമർശം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായിരുന്നു. അതായത് BJP RSSന് സഹായം വേണ്ട സ്ഥാനത്ത് നിന്ന് BJP ഒരുപാട് വളർന്നിരിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ ഒരു ദിനപത്രത്തിന്, ഒരു ഇംഗ്ലീഷ് ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ JP നഡ്ഡ പറഞ്ഞു. അത് പിന്നീട് RSSും BJPയുമായുള്ള അകൽച്ച വർദ്ധിക്കുകയും ചെയ്തു. 400 സീറ്റ് എന്നതായിരുന്നു ഇത്തവണത്തെ BJPയുടെ മുദ്രാവാക്യം. പക്ഷേ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന അടുക്കാൻ പോലും BJPക്ക് സാധിച്ചില്ല. സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അതാണ് രാഷ്ട്രീയ സാഹചര്യം. പ്രത്യേകിച്ച് UPയിൽ ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ ഈ RSSുമായുള്ള അകൽച്ച വലിയ രീതിയിൽ ബാധിച്ചു എന്നൊരു വിലയിരുത്തൽ BJPക്ക് തന്നെയുണ്ട്. കാരണം 2014-ലെയും 2019-ലെയും ഒക്കെ വലിയ വിജയത്തിൽ മഹാരാഷ്ട്രയും UPയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പക്ഷേ 2024-ലെത്തുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി BJPക്കുണ്ടായി. അത് RSSുമായുള്ള അകൽച്ച തന്നെയാണെന്ന ബോധ്യം BJPക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം വരികയും ചെയ്യുന്നത്. ഏതായാലും മോദി തന്നെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴായി RSSനെ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു ചടങ്ങിൽ തന്നെ RSS വടവൃക്ഷമാണ്, അത്തരത്തിൽ RSSനെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു പ്രസംഗം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമീപകാലത്ത് ഒരു പോഡ്കാസ്റ്റിലും അദ്ദേഹത്തിൽ RSS ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അകൽച്ച കുറച്ചു വരാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടായി. RSSന്റെ ഭാഗത്തുനിന്നും അത്തരം ശ്രമങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നടന്ന 2 തെരഞ്ഞെടുപ്പുകളുടെ വിജയം RSS കൂടി ഇടപെടലാണ് എന്നൊരു നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഹരിയാനയിൽ RSS വീടുകൾ തോറും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നാണ് BJP നേതാക്കൾ തന്നെ പറയുന്നത്. ഡൽഹിയിലെ വിജയത്തിലും RSSന് വലിയ പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഈ അകൽച്ച കുറച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇന്നത്തെ ഏതായാലും ഈ സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ BJPയും ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായും നിലവിൽ പറയുന്നത് നേതാക്കൾ, മഹാരാഷ്ട്രയിലെ BJP നേതാക്കളൊക്കെ തന്നെ പറയുന്നത്, ഭവൻകുലെ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് രാഷ്ട്രീയ പ്രാധാന്യമില്ല, ഒട്ടും രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത സന്ദർശനമാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള സന്ദർശനമല്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ പോലും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ ആഭ്യന്തര സംഘർഷം ലഘൂകരിക്കുക എന്ന് തന്നെയാണ് ഈ സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരു പ്രധാനമന്ത്രി ആദ്യമായി RSS ആസ്ഥാനം സന്ദർശിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം നേരത്തെ വാജ്പേയി നാഗ്പൂരിൽ എത്തിയിട്ടുണ്ട്, RSS ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് 2007-ലാണ്. 2007-ൽ അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, 2004-ൽ അദ്ദേഹം പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി പദവിയിലിരിക്കെ ഒരാൾ RSS ആസ്ഥാനത്ത് എത്തുന്നു, അത് ആദ്യമായാണ്. അതിന്ന് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്നേതായാലും RSS ആസ്ഥാനത്ത് ചില ചടങ്ങുകൾ കൂടി ഉണ്ട്. ഇന്ന് ആദ്യം മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടക്കും. ഒപ്പം തന്നെ RSS ആസ്ഥാനത്ത് നിലവിൽ മാധവ നേത്രാലയ ആശുപത്രിയുണ്ട്. അതിൻ്റെ പ്രീമിയം സെന്ററിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു പ്രാധാന്യമുള്ള, രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനത്തിനാണ് ഇപ്പോൾ വേദിയാവുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 10 മണിയോടുകൂടിയിട്ടാണ് യോഗം നടക്കുക. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത് എത്തുന്നു. അത് ഏറെ നിർണായകമായ രാഷ്ട്രീയ നീക്കം കൂടിയായി ഈ ഘട്ടത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. എന്തായാലും
ഇരുവിഭാഗവും തമ്മിലുള്ള RSSും BJPയും തമ്മിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾക്ക് അന്ത്യം കുറിക്കുക എന്ന ഉദ്ദേശം കൂടി ഈ സന്ദർശനത്തിന് ഉണ്ട് എന്നുള്ളതാണ് പ്രസക്തം.